ഒരു നടൻ വില്ലനാകുന്നതും നായകനാകുന്നതും ഹാസ്യതാരമാകുന്നതും അത്രയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല. കാരണം നടൻ എന്ന വാക്കുകൊണ്ട് വേഷപ്പകർച്ചകൾക്ക് യോജിക്കുന്ന ഒരാൾ എന്നു തന്നെയാണ് നാം പ്രത്യക്ഷത്തിൽ കരുതുന്നത്. എന്നാൽ സിനിമയെന്നത് ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു വ്യാവസായിക ഉൽപ്പന്നമായതിനാൽ അതിനുള്ളിൽ ചില ചേരുവകകൾ പരമ്പരാഗതമായി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിലൊന്നാണ് സൽസ്വഭാവിയും തിന്മകൾക്കെതിരെ പൊരുതുന്നവനുമായ നായകനും അയാൾക്കെതിരെ സകല തിന്മകളുടെയും പ്രതിരൂപമായി നിലകൊള്ളുന്ന വില്ലനും. ഇവിടെയാണ് മലയാള സിനിമയിലെ നായക സങ്കല്പത്തെ ഉടച്ചുകൊണ്ട് ഇന്നേവരെ നായകസ്ഥാനത്തു നിന്നിരുന്ന മമ്മൂട്ടി എന്ന മഹാനടൻ വില്ലന്റെ വേഷത്തിലേക്ക് ചേക്കേറിയത്. കളങ്കാവൽ എന്ന ചിത്രം രണ്ടു തരത്തിൽ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. നായകനായി വില്ലനോളം സൗന്ദര്യമില്ലാത്തൊരാളെ പ്രതിഷ്ഠിച്ചതും വില്ലനായി ഒരു സുന്ദരനെ അവതരിപ്പിക്കുന്നതിലും. കളങ്കാവലിൽ വിനായകൻ സൗന്ദര്യം കുറഞ്ഞ ഒരാളെന്നോ മമ്മൂട്ടി മഹാസൗന്ദര്യവാനെന്നോ അല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൗന്ദര്യമെന്നത് ആപേക്ഷികമാണെന്നുള്ള സിദ്ധാന്തമൊക്കെ ശരിതന്നെയെങ്കിലും സിനിമയെന്ന മാധ്യമത്തിന് അതിൻ്റേതായ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നാം അത് അംഗീകരിക്കേണ്ടതുമുണ്ട്. കളങ്കാവൽ എന്ന സിനിമയിൽ വിനായകനും മമ്മൂട്ടിയും അവരവരുടെ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കിയെങ്കിലും മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ദാസിനെ ആളുകൾ കൂടുതൽ കൊണ്ടാടുന്നതിന് പിന്നിൽ ഇന്നേവരെ മമ്മൂട്ടി എന്ന നടൻ മലയാളിക്ക് സമ്മാനിച്ച ഒരു മമ്മൂട്ടി കാഴ്ചയെ പാടെ നിരാകരിക്കുന്ന ഒന്നാണ് ആ കഥാപാത്രം എന്നതുകൊണ്ട് തന്നെയാണ്. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഒന്നാകെ പരിശോധിച്ചാൽ അദ്ദേഹം വില്ലൻ സ്വഭാവമുള്ള നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതായി കാണാം. ആദ്യകാല ചിത്രമായ പടയോട്ടത്തിൽ ഏതാണ്ട് പൂർണ്ണനായ ഒരു വില്ലൻ കഥാപാത്രം തന്നെയായിരുന്നു. എന്നാൽ അത് മമ്മൂട്ടിയുടെ തുടക്കകാലത്തെ ഒരു വേഷം മാത്രമായാണ് എല്ലാവരും പരിഗണിക്കുക. എന്നാൽ പിന്നീട് മമ്മൂട്ടി മലയാള സിനിമയിലെ നായക ഭാവുകത്വത്തിൻ്റെ ഉടമയായി മാറുകയും സൂപ്പർ താരമാവുകയും ചെയ്തു. ഇതിനിടയിലും വില്ലൻ സ്വഭാവമുള്ള നിരവധി നായക കഥാപാത്രങ്ങളെ മമ്മൂട്ടി കെട്ടിയാടിയിട്ടുണ്ട്. എന്നാൽ അത്തരം കഥാപാത്രങ്ങളിലൊക്കെ അതിസൂക്ഷ്മമായി ഒളിപ്പിച്ചിരിക്കുന്ന ഒരു നായക സ്വത്വം നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. പാലേരി മാണിക്യവും വിധേയനും ഇതിനുദാഹരണങ്ങളാണ്. എന്നാൽ കളങ്കാവൽ എന്ന ചിത്രത്തിലെ സ്റ്റാലിൻ ദാസ് എന്ന കഥാപാത്രം ഈ നായക സ്വത്വത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒന്നു തന്നെയാണ്. പ്രേക്ഷകൻ തന്നെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കണമെന്നോ തന്നോട് ദയാപൂർവമായി രമ്യതപ്പെടണമെന്നോ ആ കഥാപാത്രം ആഗ്രഹിക്കുന്നില്ല. സാമൂഹികമായി കൊള്ളരുതാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് അയാൾ. അത്തരക്കാർ സമൂഹത്തിൽ കുറ്റക്കാരായി നിയമവ്യവസ്ഥയിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയെന്ന് ആ കഥാപാത്രം പറഞ്ഞു വയ്ക്കുന്നു. മാനുഷികതയെയും സാമൂഹിക നന്മകളെയും പാടെ നിരാകരിക്കുന്ന ഒരു കഥാപാത്രമാണ് സ്റ്റാലിൻ ദാസ്. ഒരു സാധാ വാണിജ്യ സിനിമയിൽ നായകന്റെ ഇടികൊള്ളാൻ മാത്രം വിധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. അത്തരമൊരു കഥാപാത്രത്തിലേക്കാണ് തൻ്റെ നായകഭാവങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മമ്മൂട്ടി നടന്നു കയറിയത്. ആ നടന്നു കയറൽ നമ്മെ വിസ്മയിപ്പിച്ചു എന്നതാണ് സത്യം. ആ വിസ്മയം മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു നടനെന്ന നിലയ്ക്കുള്ള വിലപ്പെട്ട സംഭാവനയത്രേ. നാം കണ്ടിട്ടുള്ള പല വാണിജ്യ സിനിമകളിലും നായക നടന്മാർ ഇരട്ടവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊന്ന് പ്രതിനായക സ്വഭാവമുള്ളതും ആയിരിക്കാം. ഇതിലെ പ്രതിനായകനെ നായകൻ കീഴ്പ്പെടുത്തുന്നത് തന്നെയായിരിക്കും ആ സിനിമകളുടെ ആത്യന്തികമായ കഥാബീജവും കഥാപരിസരവും. ഇവിടെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം തിരശ്ശീലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. അത് തന്നോട് യാതൊരു അനുകമ്പയും വേണ്ടെന്ന് പ്രേക്ഷകനോട് കൃത്യമായി പറയുന്നുണ്ട്. ഒരു നടനെന്ന നിലയിൽ മമ്മൂട്ടി മലയാള സിനിമയിൽ തലമുറകൾക്ക് ഒരു പാഠ്യവസ്തുവായി മാറുകയാണ്. നടന ശരീരത്തിൻ്റെ അതിരുകളില്ലാത്ത സഞ്ചാരത്തിലൂടെയാണ് ഒരു യഥാർത്ഥ നടൻ ജീവിക്കേണ്ടതെന്ന് മമ്മൂട്ടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതെ, ആ മനുഷ്യൻ ഒരു യഥാർത്ഥ നടൻ തന്നെയാണ്. തലമുറകളെ വിസ്മയിപ്പിക്കുന്ന ഒരു യഥാർത്ഥ നടൻ. Come on TV. Please subscribe to this channel for more facts and news.